ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഇഫ്താർ വ്ളോഗാണ് കേട്ടോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇഫ്താറിനെ കുറിച്ചിട്ടുള്ള മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത്താഴത്തിന് പകൽ സമയങ്ങളിലുള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ആയിട്ടുള്ള പിന്നീട് ഒരു ദിവസം വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണതിന് ഉള്ള കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൾ ആക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പം തന്നെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ആരും ലൈക്ക് ചെയ്യില്ല, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കുക്കിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എഗ്ഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ റോളിന് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ റെഡിയാക്കി വെക്കാൻ കേട്ടോ. അതിന് വേണ്ടി 2 കപ്പ് മൈദമാവ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പൊടികളും കുറച്ച് കട്ടയായിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. പിന്നെ നമ്മൾ ചലിച്ചെടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോഴിമുട്ട ഒഴിച്ചെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു റോളിന് നല്ല ഒരു രുചിയും ഉണ്ടാകും, കാണാനും നല്ല രസമായിരിക്കും കേട്ടോ. അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനോട് ഉപ്പ് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവ് പോലെ പരുവത്തിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഈ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഇങ്ങനെ വഴറ്റണം അങ്ങനെ വഴറ്റണം എന്നൊന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് എന്തൊക്കെ ഇടുന്നു എന്നുള്ളത് മാത്രം കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളികളൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടില്ല. ഇനി നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ തക്കാളി അതുപോലെ ഉള്ളി എല്ലാം തന്നെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കാരണം അത് നൈസായിട്ട് കിട്ടുകയും ചെയ്യും, ഒരുപാട് നേരം സമയം വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ആ സവാളയൊക്കെ നല്ല കുനുകുനാന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പീസും എല്ലാം ഞാൻ സ്പീഡാക്കി പറയാനായിട്ട് ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി ഒരു ചെറിയൊരു ഗോൾഡൻ നിറമാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ ടൈമിലൊക്കെ മല്ലിയില ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വ്യത്യാസം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 തക്കാളി എടുത്തിട്ടുള്ളൂ. അത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനും നോക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളിതിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ വഴണ്ട് വന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് തരി കാഴ്ച ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പാല് കാച്ചി വെക്കുകയാണ്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഇതാ നമ്മുടെ തക്കാളിയിലേക്ക് നല്ല വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയല്ല മുളക് പൊടി, അപ്പോഴേക്കും പാലൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അത് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു റെസിപ്പിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഈ മാഗിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഈ മാഗിൻ്റെ പൗഡറാണ്. ഈ ഒരു പൗഡർ ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി നിങ്ങൾ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇട്ട് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. നിങ്ങളുടെ അടുത്ത് ഏത് പൊടിയുള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സോയാ സോസാണ്. ഒരു ടീസ്പൂണല്ല, 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ആ ഒരു അടപ്പിൻ്റെ ഭാഗത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചേക്കണം കേട്ടോ ഈ ടൈമിൽ, അല്ലെങ്കിൽ നല്ല അടിപ്പിറ്റാവും. അപ്പോൾ നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ഒരു കളറായിട്ടില്ലേ നല്ല വഴണ്ട് വന്ന് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് കോഴിമുട്ട, ഞാനൊരു 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീറ്റ് മസാലപ്പൊടിയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അതും കൂടി ഇട്ടിട്ട് നമ്മളിവിടെ ഇത് പരിപാടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എഗ്ഗ് നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം. ഒരുപാട് ലൂസായിട്ട് ഉണ്ടാവരുത്. നമ്മൾ തീ കുറച്ച് വെച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു എഗ്ഗ് റോളിന് അകത്ത് വെക്കേണ്ട ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തരി കാഴ്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തരി കാഴ്ചത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ഇഫ്താർ വ്ളോഗ്സിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ മാക്സിമം ഞാൻ അതിനുള്ള റെസിപ്പി ഒന്നും കറക്റ്റായിട്ടൊന്നും കാണിച്ചു തരുന്നില്ല, കാരണം എല്ലാവർക്കും അറിയണതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ബനാന, നമ്മൾ നേന്ത്രപ്പഴമില്ല അതും കൂടെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തരി കാഴ്ചത് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പാല് കാച്ചിയില്ല, ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മളിങ്ങനെ വെള്ളം ചൂടാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ റവയും സേമിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റവയും സേമിയൊക്കെ വന്നതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ നമ്മൾ നെയ്യിൽ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് തരിയാച്ചിലേക്ക് ഇടുക. അപ്പോൾ അത് നമ്മളതങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ബനാനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു തരികാച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ തരികാച്ചി റെസിപ്പി ഇവിടെ റെഡിയാണ്. മാക്സിമം ഇതുപോലെ നമ്മൾ തരികാച്ചി നല്ല ലൂസായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എഗ്ഗ് റോളിനുള്ള ആ റോള് നമ്മളിവിടെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ദോശ പോലെ നമ്മൾ ചുട്ടെടുക്കാൻ കേട്ടോ. നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ മാവിലേക്ക് വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് നൈസാവാനും പാടില്ല. ഒരളവിന് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ 2 സൈഡ് നല്ല ഡാർക്ക് ഒരു ബ്രൗൺ കളർ ആവണ വരെ നല്ലപോലെ മുരിച്ചെടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു 4 പ്രാവശ്യമെങ്കിലും തിരിച്ചും മറിച്ചും ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല മുരിച്ചെടുക്കണം. അങ്ങനെ മുരിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ നടു പോർഷനിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ആ ഭാഗവും അതുപോലെ ഈ സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ റോൾ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ ഒന്നും കൂടെ നമ്മൾ എഗ്ഗിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓയിലി ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കുകയാണ്. അപ്പോൾ ജ്യൂസിന് നമ്മൾ പൈനാപ്പിൾ ജ്യൂസാണെന്ന് സിമ്പിളായിട്ടൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. പൈനാപ്പിളും അതുപോലെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ജ്യൂസാക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. കുഞ്ഞ് റെസിപ്പീസാണ് എന്നൊക്കെ കാണിക്കണത്. അതുപോലെ പിന്നെ നമ്മൾ ഇന്ന് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് സ്നാക്സും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് നമ്മളൊന്ന് വീട്ടിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഈ സമയത്ത് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഇഫ്താർ വ്ളോഗിനുള്ള വിഭവങ്ങൾ. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ്, ഉണ്ണിയപ്പം, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുണ്ടാക്കിയ എഗ്ഗ് റോള്, പിന്നെ നമ്മൾ തരി കാച്ചത് കേട്ടോ. പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തരി കാച്ചത് ഉണ്ട് എന്നുള്ളത് മറന്നുപോയിട്ട് അടുക്കളയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നോമ്പൊക്കെ തുറക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ആരും ആ സീറ്റിലൊന്നും വന്ന് ഇരുന്നിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ഇഫ്താർ വ്ളോഗ് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ എഗ്ഗ് റോള് കഴിച്ച് നോക്കാൻ കേട്ടോ. അപ്പോൾ ശരിക്കും അത് റോള് നമ്മൾ വായിലിട്ടിട്ട് നമ്മൾ പഫ്സൊക്കെ കഴിക്കുന്നത് അതുപോലെ കടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. ഞാനത് വീഡിയോക്ക് അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ. അത് വലിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോരുന്നില്ല. അതിൻ്റെ ഒരു പരാക്രമണമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബറിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ അതും കൂടെ എനേബിൾ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഞാൻ ഇടുന്ന ഇഫ്താർ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നാളെ വൈകുന്നേരത്ത് ഇതേ ടൈമിൽ നമുക്ക് വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇഫ്താർ വ്ളോഗ്സ് എല്ലാവരും കാണാം. ബൈ ബൈ. സീ യു.